അതിവേഗ റെയിൽ പദ്ധതിയിൽ സർക്കാരും ഇ ശ്രീധരനും നേർക്കുനേർ. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം സംസ്ഥാനത്ത് പ്രായോഗികമല്ലെന്ന് ഇ ശ്രീധരൻ. താൻ മുന്നോട്ടുവെച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കേരളത്തിന് അനുയോജ്യമെന്നും ഇ ശ്രീധരൻ. ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുവന്നൊക്കെ ഞാനാ. അതിൻ്റെ ഉദ്ദേശം സബർബൻ സർവീസ് സിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരി അവർ ചെയ്യുക, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയിൽ ശ്രീധരന്റെ പങ്കിനെ കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി പി രാജീവ് തിരിച്ചടിച്ചു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രം ശ്രീധരനെ നിയോഗിച്ചതായി അറിവില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. കേന്ദ്രം ഇങ്ങനെ ഒരു കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം സ്പെഷ്യൽ ഓഫീസറായിട്ട് ടി ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളൊരു ഉത്തരവുണ്ടെങ്കിൽ നമുക്കതുകൂടി ചർച്ച ചെയ്യാം. അല്ല, അങ്ങനെ ഉത്തരവുണ്ടോ? യൂണിയൻ ഗവൺമെൻറ് പറയാണ് കേരളത്തിൽ നിങ്ങളിപ്പോൾ ഈ പദ്ധതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അതിവേഗ റെയിൽ കൊണ്ടുവരാനുള്ള പുതിയൊരു പദ്ധതിക്ക് ഇപ്പോൾ തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നു, അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ശ്രീധരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പിന്നെ അതല്ലേ ചർച്ച ചെയ്യാം. അങ്ങനെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതിന് വന്നിട്ടില്ല. ഇന്നലെ ഇ ശ്രീധരനെതിരെ ലോക കേരള സഭാ വേദിയിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഇ ശ്രീധരൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ വന്നു പറഞ്ഞു, ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, അവരത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ്. നമ്മൾ വളരെ അധിക സ്പീഡല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആവട്ടെ, ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിലേ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ. ഇ ശ്രീധരന്റെ പദ്ധതിയാണെങ്കിലും അതിവേഗ റെയിൽ പാത വന്നാൽ മതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശ്രീധരന്റെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിക്കുന്നതെങ്കിൽ അതിനോടും കേരളം സഹകരിക്കും. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇരട്ടത്താപ്പാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇന്നത് ഞങ്ങൾക്ക് ബന്ധം പിടിക്കേണ്ട കാര്യമില്ല. വേഗം ഒരു 3 മണിക്കൂർ 54 മിനിറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ഒരു 4 മണിക്കൂർ മുമ്പായിട്ട് തിരുവനന്തപുരം കാസർഗോഡ് എത്താൻ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വന്നാൽ മതി. അത് ആരാ കൊണ്ടുവരുന്നത്, ആര് കൊണ്ടുവരുന്നത് നമുക്ക് തരില്ല. എന്നാൽ ശ്രീധരൻ്റെ പരിപാടിയാണ് വരുന്നത്, ശ്രീധരൻ്റെ പരിപാടി വന്നോട്ടെ. നമുക്ക് റോഡ് ഈ അതിവേഗത്തിലോ അല്ലെങ്കിൽ അർദ്ധവേഗത്തിലോ ഉള്ള റെയിൽ സംവിധാനം പാടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ശ്രീധരനായിട്ട് ആലോചിക്കും, നമുക്ക് ആരോട് ആലോചിക്കുന്ന എന്തൊരു വിഷമം? ഞങ്ങൾക്കൊരു വിഷമമില്ല. RRT മണ്ടത്തരമെന്ന ഇ ശ്രീധരന്റെ പരാമർശത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയല്ലേ ഇ ശ്രീധരൻ എന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. മണ്ടൻ പ്രോജക്റ്റിനെ പറ്റി ഞാനെന്തിനധികം പറയേണ്ട കാര്യം? ഞാനാണ് അടുത്ത കേരളത്തിന് മുഖ്യമന്ത്രി, അതിനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് ശ്രീധരൻ. അതുകൊണ്ട് ഈ ശ്രീധരനെ പറ്റി എനിക്ക് ഞാൻ പറയാൻ ഒരു ഉത്കണ്ഠയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അദ്ദേഹം തന്നെ മാറ്റിക്കോളും. വിവരങ്ങളുമായി വിനേഷ് കുമാർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നുണ്ട്. വിനേഷ്, അങ്ങനെ ഇതാ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരും ഇ ശ്രീധരനും ഇപ്പോൾ നേർക്കുനേർ രംഗത്തെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, നേതാക്കളുടെ പരസ്യ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരയിൽ ചർച്ചകൾ സജീവമാവുകയാണ് കേരളത്തിൽ. അത് പക്ഷേ രണ്ട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കൊമ്പുകോർക്കലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഈ വിവാദത്തിന് തുടക്കം കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ ഈ ശ്രീധരൻ ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമായതാണ്. കാരണം താനും KV തോമസും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ പോയി കണ്ടിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പരിഹാസ രൂപേണ ശ്രീധരനെ വിമർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ പ്രതികരണവുമായി ശ്രീധരനെത്തി. കേരളം പോലുള്ള ഒരു സ്ഥലത്ത് RRTS പ്രായോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിനെ ഈ ശ്രീധരൻ വിശദീകരിക്കാൻ തയ്യാറായത്. എന്നാൽ അതിന് പിന്നാലെ വ്യവസായ മന്ത്രി P രാജീവ് ശ്രീധരനെതിരെ രംഗത്തെത്തി. ശ്രീധരനെ ഏതെങ്കിലും ഈ കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാനത്ത് ഏതെങ്കിലും ചുമതലയിൽ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ചുമതലപ്പെടുത്തിയ കാര്യം
ഉള്ള ഏതെങ്കിലും ഉത്തരവുകൾ ഉണ്ടെങ്കിൽ ആ ഉത്തരവുകൾ പുറത്തുവിടട്ടെ എന്നതുൾപ്പെടെയുള്ള രീതിയിലായിരുന്നു പി രാജീവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ MV രാഘവനും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോൾ ശ്രീധരനാണെങ്കിലും മറ്റാരാണെങ്കിലും ഒരു അതിവേഗ പാത വരികയാണെങ്കിൽ അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കും എന്നുള്ളത് തന്നെയാണ് ഇടതു സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെല്ലാം ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. കാരണം കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ, കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു ഫണ്ട് ലഭിക്കാതെ ഇത്തരത്തിലുള്ളൊരു അതിവേഗ പാതയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാം 2 പാതകളെക്കുറിച്ച്, അതിന് ശേഷം ബജറ്റിൽ മറ്റൊരു പാതയെക്കുറിച്ചുള്ള ചർച്ച വന്നു. പരമാവധി ഭൂമി ഏറ്റെടുക്കാതെ ജനങ്ങളെയും കൃഷിഭൂമിയെയും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു അതിവേഗ പാത എന്നുള്ളതാണ്. അത് പരമാവധി തൂണുകളിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പാതയാണെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ MV ഗോവിന്ദൻ തന്നെ ആകാശമാർഗം അല്ലെങ്കിൽ കൂടുതൽ ഭൂമിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ട്രാക്കുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള അതിവേഗ പാത 2.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. വീണ്ടും കേരളയിലും അതുപോലെ തന്നെ സിൽവർ ലൈനും ഒക്കെ വീണ്ടും ചർച്ചകളിൽ വരുന്നു. പക്ഷേ അത് കൂടുതൽ വിവാദത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. ശരി, തീർച്ചയായും അങ്ങനെ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴിതാ ഈ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു പരസ്യമായ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത്. അതുതന്നെയാണ് ഇന്നിതാ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.